അൺഫോൾഡ് ബൈ വർമ്മ എന്ന എന്റെ ഈ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2026 വേൾഡ് കപ്പ് അവസാനിച്ചു. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലായിട്ട് നടന്ന വേൾഡ് കപ്പില് ഫൈനലില് സ്പെയിന് അർജന്റീനയെ തോൽപ്പിച്ചുകൊണ്ടാണ് സ്പെയിന് ലോകകപ്പ് ജേതാക്കളായി മാറിയിട്ടുള്ളത്. അവർക്ക് ഇതിനു മുമ്പ് 2010 വേൾഡ് കപ്പ് കിട്ടിയത്. ആ വേൾഡ് കപ്പും ഈ വേൾഡ് കപ്പുമായിട്ട് ചെറിയ സാമ്യതകളൊക്കെ ഉണ്ട്. കാരണം 2010 വേൾഡ് കപ്പ് ജയിക്കുന്നത് സ്പാനിഷ്, അതായത് സ്പെയിൻ നെതർലാൻഡ്സിനെതിരെയാണ്. അത് 1-0 അതും എക്സ്ട്രാ ടൈമിൽ രണ്ടാമത്തെ 15 മിനിറ്റിലാണ് സ്പെയിൻ ഗോൾ അടിക്കുന്നത്. ഇതിലും അങ്ങനെ തന്നെയായിരുന്നു. സ്പെയിൻ എക്സ്ട്രാ ടൈമിൽ രണ്ടാമത്തെ ഇതിലാണ് അർജന്റീനയ്ക്കെതിരെ ഒരു ഗോൾ അടിക്കുന്നത്. അങ്ങനെ ചെറിയൊരു സാമ്യതയും 2010 2026 വേൾഡ് കപ്പിലുണ്ട്. ഇനി 2030 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അത് ഒഫീഷ്യലായിട്ട് കളികൾ നടക്കുന്നത് സ്പെയിനിലും പോർച്ചുഗലിലും മൊറോക്കോയിലാണ്. അതുകൂടാതെ അർജന്റീനയിലും ഉറുഗ്വേയിലും പരാഗ്വേയിലും ഓരോ കളികൾ വെച്ച് നടക്കുന്നുണ്ട്. കാരണം 2030 വേൾഡ് കപ്പില് 100 വർഷം തേക്കാണ് ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയിട്ട്. 1930 ആദ്യത്തെ വേൾഡ് കപ്പ് നടന്നത്. അതിലെ ജേതാക്കളായിരുന്നു ഉറുഗ്വേ, അതിലെ റണ്ണറപ്പ് ആയിരുന്നു അർജന്റീന. അതുകൂടാതെ ആ വേൾഡ് കപ്പിൽ പങ്കെടുത്ത ഒരു രാജ്യം കൂടിയായിരുന്നു പരാഗ്വേ. അപ്പോൾ ഈ 3 രാജ്യങ്ങളിലും ഓരോ കളികൾ വെച്ച് നടക്കുന്നുണ്ട്. ബാക്കി കളികളെല്ലാം സ്പെയിനിലും പോർച്ചുഗലിലും മൊറോക്കോയിലായിട്ട് നടക്കും. അതിനുശേഷം വരുന്ന 2034 വേൾഡ് കപ്പ് സൗദി അറേബ്യയിലാണ് നടക്കുന്നത്. അതുവരെയുള്ള തീരുമാനങ്ങൾ ഇതുവരെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊച്ചു വിവരം നിങ്ങളുടെ അടുത്ത് പറയാൻ വിചാരിച്ചു എന്നാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ താഴെ രേഖപ്പെടുത്തുക, പിന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ കേട്ട് വീണ്ടും കാണാം. ബൈ.